ഹലോ നമസ്കാരം. ഈയിടെ ഏതൊക്കെയോ റീൽസിൽ പണ്ടത്തെ കല്യാണ തലേന്നുകളിൽ ഒക്കെ വിളമ്പിയിരുന്ന ആഹാരത്തെ പറ്റിയൊക്കെ കാണുന്നുണ്ടായി കേട്ടോ. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ കണ്ട പല കാഴ്ചകളും ഓർത്തു. അന്നൊക്കെ ഉണ്ടല്ലോ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ കല്യാണ തലേന്ന് പോകുമ്പോൾ നമ്മൾ പാർട്ടിക്ക് പോകാമെന്നാണ് പറയാം. ഇന്നത്തെ മാറ്റത്തെ പാർട്ടി അല്ല കേട്ടോ, ആ വൈബല്ല, ഇത് വേറെ ടീ പാർട്ടി. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പേപ്പർ പ്ലേറ്റിൽ മസാല ബിസ്ക്കറ്റ് ഉണ്ടാവും, ലഡ്ഡു ഉണ്ടാവും, മൈസൂർ പാക്ക് ഉണ്ടാവും, പിന്നെ അതേമാതിരി വൈറ്റ് പൗച്ചിലായിട്ട് മിക്സ്ചർ ഉണ്ടാവും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിനകത്ത് കഴിയുന്ന അത്രയേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ ചിലയിടത്ത് ഞാൻ പഫ്സ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ നമ്മൾ പ്ലേറ്റിലേക്ക് ഈ വക സാധനങ്ങളൊക്കെ മാറിയിട്ട് കട്ട്ലെറ്റ്സും സോസും വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പോൻ്റെ വരവ്, നല്ല ചൂടൻ ഗീ റൈസും ചിക്കൻ കറിയും. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സൈഡിലൊക്കെ ഈ അടുത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് കാലം വൈകുന്നേരം കല്യാണത്തലേന്ന് ഗീ റൈസും ചിക്കൻ കറിയും തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും ഞാൻ ഈ ബ്രെഡും സ്റ്റ്യൂവും കഴിച്ച ഓർമ്മയുണ്ട്, ചിക്കൻ സ്റ്റ്യൂ കഴിച്ച ഓർമ്മയുണ്ട്. അത് എപ്പോഴാണ് എന്നുള്ളത് അറിയില്ല. ഇത് കാലിക്കറ്റ് സൈഡിലാണെങ്കിൽ ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു കല്യാണ തലേന്ന് അറ്റൻഡ് ചെയ്യണ്ടായി. അവിടെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നോൺ വെജേ ഇല്ല. ഞാൻ അറ്റൻഡ് ചെയ്ത പരിപാടിയിൽ ഇടിയപ്പവും മസാലക്കറി ആയിരുന്നു, പിന്നെ ലഡ്ഡു ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ വളരെ മിനിമലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെജിറ്റേറിയൻ മാത്രം. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ചിലപ്പം വിശ്വസിക്കാൻ പോലും പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലോ. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമേ അല്ല. ഇത് കമ്മിങ് ഫ്രം ഫ്രാൻസ്. ഇതൊരു ഫ്രഞ്ച് ഡെസേർട്ടാണ്. പാരിസ് ബ്രസ് എന്നാണ് ഇതിൻ്റെ പേര്. ഷു പേസ്ട്രി കാറ്റഗറി പെട്ടിട്ടുള്ള ഒരൈറ്റമാണ്. ഗംഭീര ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഇത് സെയിൽ ചെയ്തിട്ടില്ല, കാരണം ഇതൊക്കെ കുറേ നേരത്തെ വർക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ പ്രൈസിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡാണ്. എന്നാൽ ഇനി ചോദിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ പ്രൈസിങ് ചെയ്യും, സെയിൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.